Stay tuned to Kids Corner and set free from all tensions and worries. പ്രൈസ് ഗോഡ്. ഇന്നത്തെ കിഡ്സ് കോർണറിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കഴിഞ്ഞ ആഴ്ചത്തെ പോലെ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന കുമ്പസാരത്തെക്കുറിച്ച് തന്നെയാണ്. നിങ്ങളുടെ സംശയങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ ഇന്നത്തെ കൊണ്ട് കഴിയുമായിരിക്കും എന്ന് നമുക്കൊരു പ്രതീക്ഷയുണ്ട് അല്ലേ? അപ്പോൾ ഇന്ന് നിങ്ങളെ സഹായിക്കാൻ എത്തുന്നത് ഫാദർ ജെറിൻ തന്നെയാണ്. അപ്പോൾ ഡൗട്ട്സൊക്കെ വേഗം റെഡിയാക്കിക്കോ. അതിനു മുമ്പ് വചനവും സുഖിച്ചപ്പം പഠിക്കാം. ഇന്നത്തെ വചനം കുറച്ച് വലുതാണ്, പക്ഷേ അതിങ്ങനെ പോയിൻറ്റ്സ് ആയിട്ട് ഓർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേഗം പഠിക്കാൻ പറ്റും. ഓക്കെ. ജോഷുവയുടെ പുസ്തകം 1-ാം അധ്യായം 9-ാം വാക്യം. ന്യായപ്രമാണ ഗ്രന്ഥം എപ്പോഴും നിൻ്റെ അധരത്തിലുണ്ടായിരിക്കണം. അതിലെഴുതിയിരിക്കുന്നതെല്ലാം പാലിക്കാൻ നീ ശ്രദ്ധിക്കണം. അതിനെക്കുറിച്ച് രാവും പകലും ധ്യാനിക്കണം. അപ്പോൾ നീ അഭിവൃദ്ധി പ്രാപിക്കുകയും വിജയം വരിക്കുകയും ചെയ്യും. കുറച്ച് വലുതല്ലേ? ഓക്കെ, അപ്പോൾ ഒന്ന് റിപ്പീറ്റ് ചെയ്യോ. ന്യായപ്രമാണ ഗ്രന്ഥം എപ്പോഴും നിന്റെ അധരത്തിലുണ്ടായിരിക്കണം. അതിലെഴുതിയിരിക്കുന്നതെല്ലാം പാലിക്കാൻ നീ ശ്രദ്ധിക്കണം. അതിനെക്കുറിച്ച് രാവും പകലും ധ്യാനിക്കണം. അപ്പോൾ നീ അഭിവൃദ്ധി പ്രാപിക്കുകയും വിജയം വരിക്കുകയും ചെയ്യും. ഓക്കെ, ഇനി സുഹൃജപം. ദൈവമേ, ഞാനൊരു അനുഗ്രഹമായി തീരുവാൻ എന്നെ സഹായിക്കണമേ. ദൈവമേ, ഞാനൊരു അനുഗ്രഹമായി തീരുവാൻ എന്നെ സഹായിക്കണമേ. എൻ്റെ പാപം മറ്റൊരാളുടെ പ്രേരണയാലാണെങ്കിൽ ആ പാപം ഞാൻ കുമ്പസാരത്തിൽ പറയണോ? തീർച്ചയായിട്ടും പറയണം. കാരണം എന്താണ് പാപം നമ്മൾ പഠിച്ചേക്കുന്നത്? പാപം എന്ന് പറയുന്നത് പൂർണ്ണ സമ്മതത്തോടും പൂർണ്ണ അറിവോടും കൂടെ നമ്മൾ ദൈവസ്നേഹത്തിനെതിരായിട്ട് ചെയ്യുന്ന പ്രവൃത്തിയാണ് പാപം. അപ്പോൾ അത് പുറത്തുനിന്നുള്ള പ്രേരണയാണെങ്കിൽ കൂടിയും എൻ്റെ അറിവും സമ്മതം ഉള്ളതുകൊണ്ട് അത് തീർച്ചയായിട്ടും നമ്മൾ പാപമായി തീരുകയും ആ പ്രവൃത്തി നമ്മൾ ഏറ്റുപറയുകയും ചെയ്യണം. നമ്മൾ ബൈബിളിൽ കാണുന്നില്ലേ, നിൻ്റെ മുമ്പിൽ ഞാൻ ജീവനും മരണവും വെച്ചിരിക്കുന്നു, അത് നിനക്ക് തിരഞ്ഞെടുക്കാനുള്ള ഫ്രീഡം എപ്പോഴും നമുക്ക് മുമ്പിൽ ദൈവം തന്നിട്ടുണ്ട്. നമ്മൾ വിശുദ്ധരുടെ ജീവിതത്തിൽ ഒത്തിരി ഉദാഹരണങ്ങൾ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ കൂട്ടുകാരനായിരുന്ന ഡോൺ ബോസ്കോയുടെ ജീവിതത്തിൽ കാണുന്നുണ്ട്. ഡോൺ ബോസ്കോയുടെ മമ്മ മാർഗരറ്റ് എപ്പോഴും ഡോൺ ബോസ്കോട് പറയായിരുന്നു, പുറത്തെ പിള്ളേരൊക്കെ പൊട്ടപ്പിള്ളേരാ, അവരുടെ കളിക്കാൻ പോകണ്ട, അവരുടെ കൂടെ പോയി നീയും തെറ്റ് ചെയ്യുമെന്ന് പറയായിരുന്നു. പക്ഷേ ഡോൺ ബോസ്കോ പറയും, അവരൊക്കെ തെറ്റുമായിരിക്കും, പക്ഷേ എനിക്കെൻ്റെ ഈശോനെ അറിയാം, എനിക്കെൻ്റെ ഈശോനെ വേദനിപ്പിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് എന്തൊക്കെ പ്രേരണ കിട്ടിയാലും ഞാൻ തെറ്റിയത്തിൽ നിന്ന് ഉറപ്പായിട്ട് പറയുമായിരുന്നു. കാരണം എപ്പോഴും പുറത്ത് പ്രലോഭനങ്ങളും പ്രേരണകളൊക്കെ കാണും, പക്ഷേ ഈശോ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ശക്തി കിട്ടും. ഈശോ തന്നെ നോക്കിക്കുക, ഈശോ തന്നെ പ്രാർത്ഥിച്ചു ഉപവസിച്ചു 40 ദിവസം മരുഭൂമിയിൽ കഴിച്ചുകൂട്ടിയ ഉടനെ തന്നെ പ്രലോഭം വന്നില്ലേ? ദൈവമായ കർത്താവിനെ തന്നെ പ്രലോഭകൻ 3 പ്രാവശ്യം പീഡിപ്പിച്ച് പാപം ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ചെങ്കിൽ പാവപ്പെട്ടവരെ നമ്മുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും? നമുക്ക് ചുറ്റും എപ്പോഴും പ്രേരണകൾ കാണും, പക്ഷേ നമുക്ക് തീർച്ചയായും പരിശുദ്ധാത്മാവിനെ നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ, പരിശുദ്ധാത്മാവ് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ പാപങ്ങളുടെ എല്ലാ മേഖലകളെയും തകർത്ത് മുമ്പോട്ട് പോകാൻ പറ്റും. അതുകൊണ്ടല്ലേ ഈശോ പറഞ്ഞത്, ഞാൻ പോയി കഴിയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു സഹായകനെ തരും, ദ ഹെൽപ്പർ. അവൻ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ശക്തി കിട്ടും. ഈ പേടിച്ചിരുന്ന ചുറ്റുപാടുള്ള എല്ലാ കാര്യങ്ങൾക്കും കീഴ്പ്പെട്ടിരുന്ന പാപത്തിലൊക്കെ പെട്ടെന്ന് വീണ് പോയിക്കൊണ്ടിരുന്ന ശിഷ്യന്മാരൊക്കെ നോക്കിക്കേ. പത്രോസൊക്കെ എത്ര പെട്ടെന്ന് ഈശോനെ ഉപേക്ഷിച്ച് പാപം ചെയ്തു പോയെ, ഈശോനെ തള്ളിപ്പറഞ്ഞിട്ടൊക്കെ പോയെ. പക്ഷേ പെന്തക്കോസ്താ ദിനത്തിൽ പരിശുദ്ധാത്മാവിനെ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ പത്രോസിൻ്റെ ജീവിതമൊക്കെ മൊത്തത്തിൽ മാറുമല്ലേ. അവരൊക്കെ ശക്തന്മാരും ധീരന്മാരും പാപങ്ങളുടെ മുമ്പിൽ വളരെ സ്ട്രോങ് ആയിട്ട് നോ പറയാൻ ശക്തിയുള്ളവരായി തീർന്ന പരിശുദ്ധാത്മ വന്നപ്പോഴാണ്. അപ്പോൾ നമുക്കും പരിശുദ്ധാത്മാവിൻ്റെ പ്രാർത്ഥിക്കണം. എപ്പോഴും കുമ്പസാരക്കൂട്ടിൽ പ്രത്യേകിച്ച് നമ്മുടെ പരിശുദ്ധാത്മാവിൻ്റെ കൃപകൾക്ക് വേണ്ടി പ്രത്യേകിച്ച് ചോദിച്ച് വാങ്ങണം, പാപത്തിൽ വീഴാതിരിക്കാനായിട്ടുള്ള. അമ്മ പറയാറുണ്ട് പാപ സാഹചര്യം കുമ്പസാരത്തിൽ പറയണമെന്ന്. അത് വേണോ? അത് തീർച്ചയായും വേണം. കാരണം കുമ്പസാരക്കൂട്ടിൽ വൈദികൻ ഈശോയുടെ സ്ഥാനത്തിരുന്നുകൊണ്ട് നിങ്ങൾക്ക് പാപമോചനം തരിക മാത്രമല്ലോ ചെയ്യുന്നത്, പാപത്തിൽ നിന്ന് അങ്ങനെ മാറി നടക്കാമെന്നൊരു കൃത്യമായിട്ട് പറഞ്ഞു തരുന്നില്ലേ? അപ്പോൾ സാഹചര്യങ്ങൾ പറയുമ്പോഴാണ് നമുക്ക് എങ്ങനെ പാപത്തിൽ നിന്ന് മാറി നടക്കാമെന്ന് ഉപദേശ രൂപേണ വൈദികൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്നത്. അതിനു മുമ്പേ തന്നെ നമ്മൾ പാപങ്ങൾ ഏറ്റുവരുന്ന നമുക്കൊരു കൃത്യമായിട്ടൊരു ഫോമാറ്റ് ഉണ്ടല്ലോ. കുമ്പസാരക്കൂട്ടിൻ്റെ ആദ്യം എന്ത് ചെയ്യും? അച്ഛന് സ്തുതി കൊടുക്കും. അതിനുശേഷം കർത്താവെ പാപിയായ എൻ്റെ മേൽ കനിയണമേ എന്ന് പറയും. അതിനുശേഷം എന്ത് പറയും? അതിനുശേഷം അങ്ങനെയല്ല, അതിനുശേഷം നിങ്ങൾ ആരാണ് നിങ്ങൾ പറയണം. ഞാനൊരു കുട്ടിയാണ്, വിദ്യാർത്ഥിയാണെന്ന് പറയണം. ഞാനൊരു അച്ഛനാണെന്ന് പറയണം. അല്ലെങ്കിൽ ഒരു വിവാഹിതരാണെന്ന് പറയണം. അപ്പോൾ നമ്മുടെ സ്റ്റാറ്റസ് നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ അതനുസരിച്ച്, കാരണം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ നുണ പറയാന്നൊരു പാപമുണ്ട്. നുണ പറയാന്നൊരു പാപം ഒരു കുട്ടി പറയുന്നു, ഒരു വൈദികൻ പറയുന്നു, അല്ലെങ്കിൽ മുതിർന്ന ആൾ പറയുന്നു, എല്ലാത്തിനും അതിൻ്റെ ഇൻറ്റൻസിറ്റിയിലും അതിൻ്റെ ഡിഗ്രിയിലും വ്യത്യാസം വരും. പാപത്തിൻ്റെ ഡിഗ്രി അങ്ങനെയാണ് നമ്മൾ അളക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ആരാണെന്നും നമ്മൾ പാപം ചെയ്ത സാഹചര്യങ്ങളും പറയണം. ഒരു നുണ പറയുക എന്നൊരു പാപം ഒരു കോണ്ടെക്സ്റ്റിൽ പറയുന്നതും, ഒരു ചെറിയൊരു ഭക്ഷണം കട്ടെടുക്കുന്ന കാര്യത്തിൽ നുണ പറയുന്നതും, അല്ലെങ്കിൽ വലിയൊരു ബാങ്ക് കൊള്ള നടത്തിയിട്ട് നുണ പറയുന്നതും തമ്മിൽ അത്രയും വ്യത്യാസമുണ്ട്. അതിൻ്റെ ഇൻറ്റൻസിറ്റിയിൽ കാര്യമായ വ്യത്യാസങ്ങൾ വരുന്നത് കൊണ്ട് അപ്പോൾ നമ്മൾ സാഹചര്യങ്ങൾ കൂടി പറയണം.
സാധാരണ നമ്മൾ കുമ്പസാരത്തിൽ പറയുന്നത് എങ്ങനെ പാവങ്ങൾ പറയുന്നത് പണ്ട് സൺഡേ സ്കൂളിൽ കുമ്പസാരത്തിന് സിസ്റ്റേഴ്സ് ഒരുക്കിയ സമയത്ത് നമുക്കൊരു പാവങ്ങൾ ലിസ്റ്റൊക്കെ പറഞ്ഞു തരത്തില്ലേ. ആ ലിസ്റ്റൊക്കെ നമ്മൾ 1, 2, 3 പറഞ്ഞിട്ടുണ്ട്, കട്ടെടുത്തിട്ടുണ്ട്, പിച്ചിട്ടുണ്ട്, മാന്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ മാതാപിതാക്കൾ, അങ്ങനെ കൃത്യം 5-8 പാവങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ നിർത്തിപ്പോവുക സാധാരണ കുമ്പസാരം ചെയ്യുന്നത്. പക്ഷെ അതിനേക്കാൾ എത്ര മനോഹരമായിരിക്കും നമ്മൾ പറഞ്ഞ സാഹചര്യങ്ങളൊക്കെ നമ്മൾ അടുത്തിരുന്ന് ഈശോയോട് പറയുന്നത് കൃത്യമായിട്ട്. നമ്മൾ കൂട്ടുകാർ തമ്മിൽ സംസാരിക്കുമ്പോൾ നമ്മളിങ്ങനെ ഒരു വാചകം പറഞ്ഞ് നിർത്തുകയാണ് ചെയ്യുന്നത്. നമ്മൾ കഥ പറയുന്ന പോലെ വളരെ മനോഹരമായിട്ടല്ല പറയുന്നത്. ഒരിക്കലും ഒരു കുട്ടി എൻ്റെ അടുക്ക് ഒന്ന് കുമ്പസാരിക്കാൻ വന്ന മനോഹരമായ സംഭവം ഞാൻ ഓർക്കുന്നുണ്ട്. ആ കുട്ടി എൻ്റെ അടുക്ക് വന്നിരുന്നിട്ട് പറഞ്ഞു, ആദ്യം ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെയൊക്കെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു തുടങ്ങി, അച്ഛാ ഷൂ നോ അച്ഛനല്ല ഈശോ. ഞാൻ പറഞ്ഞല്ല, ആ കുട്ടികൾ പറഞ്ഞു, അച്ഛാ നോ ഈശോ, എനിക്ക് കുറച്ചധികം കാര്യങ്ങൾ പറയാനുണ്ട്, മുഴുവൻ കേൾക്കണം. അത്ര ബ്യൂട്ടിഫുൾ ആണ്. ആ കുട്ടിക്ക് കൃത്യമായിട്ട് മനസ്സിലായി ആ കുമ്പസാരെ കൂട്ടിയിരിക്കുന്ന അച്ഛനല്ല ഈശോയാണെന്നും ഈശോ ഞാൻ ഇന്ന പാപങ്ങളൊക്കെ എപ്പോഴും ചെയ്യുന്നുണ്ട്, അത് മാറി നടക്കാൻ ഞാൻ എന്ത് ചെയ്യണം എന്നൊക്കെ ചോദിക്കുമ്പോൾ എത്ര മനോഹരമായിട്ട് ഈശോയൊക്കെ കുഞ്ഞിനെ ഗൈഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് പാപ സാഹചര്യങ്ങൾ പറയണമെന്ന് പറഞ്ഞത്. ഉപദേശം വൈദികൻ തരുമ്പോൾ ഈ പാപ സാഹചര്യങ്ങൾ കൂട്ടിയാണ് മാറി നടക്കാനുള്ള എല്ലാ വഴികളും നമുക്ക് മനോഹരമായിട്ട് ഈ കുമ്പസാരത്തിന് സമയത്ത് ഈശോ പറഞ്ഞു തരും. അതുകൊണ്ട് തീർച്ചയായിട്ടും പാപ സാഹചര്യങ്ങൾ കൂടി പറയണം. കാരണം നമ്മൾ ഓരോ പാപം പറയുമ്പോഴും ആ പാപത്തിൻ്റെ മേലെ ഈശോ നമുക്ക് വിജയം തരുന്നുണ്ട്. വീണ്ടും അതിലേക്ക് പോകാതിരിക്കാനുള്ള പാപ സാഹചര്യം പറയുമ്പോൾ ആ പാപ സാഹചര്യങ്ങൾ കൂടി വിശുദ്ധീകരിക്കപ്പെടുക. നമ്മൾ വീണ്ടും അതേ സാഹചര്യത്തിൽ പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വീണ്ടും അതേ പാപത്തിൽ വീഴാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എവിടെയൊക്കെ മാറി നടക്കണം, ഏതൊക്കെ സാഹചര്യത്തിൽ നമ്മൾ മാറി നിൽക്കണം, ഏതൊക്കെ വഴിയുടെ പോവരുതെന്ന് ഈശോ കൃത്യമായിട്ട് നമുക്ക് കുമ്പസാരക്കൂട്ടി പറഞ്ഞു തരും. അതുകൊണ്ട് ഉറപ്പായിട്ടും പാപങ്ങൾ നമ്മൾ 1, 2, 3 അക്കമായിട്ട് പറയുന്നതല്ലാതെ ഈശോ ആയിട്ടുള്ള കോൺവെർസേഷൻ പോലെ നമ്മൾ കുമ്പസാരം നടത്തി കഴിയുമ്പോൾ അത് നമുക്ക് ശരിക്കൊരു വലിയ ഫീലിംഗ് ലെവലിലും നമ്മുടെ ആത്മാവിലും ഉറപ്പായിട്ടും ഒത്തിരി ഹീലിങ്ങും സൗഖ്യവും തരും. എത്ര നാൾ കൂടുമ്പോൾ കുമ്പസാരിക്കണം? തിരുസഭയുടെ കൽപ്പനകൾ നമ്മൾ വായിക്കുന്നുണ്ട്. ആണ്ടിലൊരിക്കലെങ്കിലും കുമ്പസാരിക്കണം എന്നാണ് പറയുന്നത്. അത് ആണ്ടിലൊരിക്കലെങ്കിലും കുമ്പസാരിക്കണം എന്നാണ് പറയുന്നത്. അല്ലാണ്ട് ഒരു വർഷത്തൊന്ന് കുമ്പസാരിച്ചാൽ മതി നല്ലല്ലോ. പക്ഷേ സഭാപിതാക്കന്മാരും പ്രത്യേകിച്ച് ആത്മീയ മേഖലയിൽ വളരാൻ ആഗ്രഹിക്കുന്നവർ കൊടുക്കുന്ന ഏറ്റവും നല്ല ഉപദേശം നമ്മൾ 2 ആഴ്ച ഒരിക്കലും കുമ്പസാരിക്കണം എന്നുള്ളത്. അതൊരു നിയമമായിട്ട് പറയുന്നതല്ല, പക്ഷെ നമ്മുടെ ആത്മാവ് കൂടുതൽ വിശുദ്ധീകരിക്കപ്പെടാൻ, ഈശോയോട് കൂടുതൽ ചേർന്ന് നിൽക്കാൻ ഏറ്റവും നല്ലത് 2 ആഴ്ച ഒരിക്കലും കുമ്പസാരിക്കണം എന്നുള്ളത്. നമ്മുടെ ഇപ്പോഴത്തെ ഫ്രാൻസിസ് മാർപ്പാപ്പ 2 ആഴ്ച ഒരിക്കൽ കൃത്യമായിട്ട് കുമ്പസാരിക്കാറുണ്ട്. ഇതിനു മുമ്പാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ആഴ്ചയിൽ 1 കുമ്പസാരിക്കുമായിരുന്നു. എല്ലാ ദിവസവും കുമ്പസാരിച്ചിരുന്ന വിശുദ്ധന്മാർ തിരുസഭയിലുണ്ട്, വിശുദ്ധന്മാരും മാർപ്പാപ്പന്മാരും. കാരണം കുമ്പസാരം എന്ന് പറയുന്നത് ഒരു ആത്മാവിൻ്റെ ദാഹമാണ്. ഞാൻ എൻ്റെ ഈശോയിൽ നിന്ന് അകന്നുപോയി എന്ന് മനസ്സിലായി കഴിയുമ്പോൾ ഈശോയെ വീണ്ടും സ്വീകരിക്കാനോ ഈശോയുടെ ആ വിശുദ്ധിയിൽ നിൽക്കാനോ എനിക്ക് പറ്റില്ല എന്ന് തോന്നിക്കഴിയുമ്പോൾ ഓടിപ്പോയി ഒരു കുളിക്കലാണ്. ജോർദാൻ നദിയിൽ പൊക്കിയെടുക്കുന്ന പോലാണ് ആ ആത്മാവ് വീണ്ടും ആ ഒരു പരിശുദ്ധിയിലേക്ക് വരികയാണ്. അതുകൊണ്ട് കുമ്പസാരത്തിന് കൃത്യമായിട്ട് ദൂരം പറയാൻ പറ്റില്ല. ഓരോ ആത്മാവിന് അത്യാവശ്യം പോലാണ് കുമ്പസാരം. പക്ഷേ 2 ആഴ്ച ഒരിക്കലെങ്കിലും, പ്രത്യേകിച്ച് നമ്മൾ കുഞ്ഞുങ്ങളൊക്കെ ആയിരിക്കുമ്പോൾ 2 ആഴ്ച ഒരിക്കലെങ്കിലും കുമ്പസാരിക്കുന്നത് വളരെ നല്ലതാണ്. ശരിക്കും നമ്മുടെ ആത്മാവിനെ നമുക്കൊരു വെള്ള വസ്ത്രത്തോട് ഉപമിക്കാം. നമ്മൾ മാമോദിസയിൽ കിട്ടിയ വെള്ള വസ്ത്രം എന്നൊക്കെ പറയുന്നില്ലേ. അപ്പോൾ ശരിക്കും ഒരു വെള്ളം, ഇപ്പോൾ എൻ്റെ ഒരു ലോവയിൽ ഒരു തുള്ളി അഴുക്ക് വീണാൽ കൃത്യമായിട്ട് കാണാം. കാരണം ഇതിപ്പോൾ അലക്കി വെച്ചേക്കുന്ന ലോവയുണ്ട്. അതുപോലെ നമ്മുടെ ആത്മാവിൽ ഓരോ തുള്ളി അഴുക്ക് വീഴലാണ് പാവം. അപ്പോൾ 1, 2 തുള്ളി അഴുക്കൊക്കെ വീഴുമ്പോൾ നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റും. അത് അപ്പോഴേ കൊണ്ട് കഴുകിക്കളയുക. അല്ലെങ്കിൽ നമ്മളിപ്പോൾ തെരുവിലൊക്കെ കിടക്കുന്ന ആരും ഇല്ലാത്ത അല്ലെങ്കിൽ മാനസിക രോഗികളെ ആൾക്കാരെ കണ്ടിട്ടില്ലേ, അവരുടെയൊക്കെ അങ്ങനെ അവരൊക്കെ മറച്ചഴുക്ക. അവർക്ക് പിന്നെ അഴുക്കാന്ന് തോന്നൽ വരുന്നില്ല. അവർക്ക് പുത്തൻ വസ്ത്രം കൊടുക്കുന്നതിനേക്കാളൊക്കെ അവർക്കിഷ്ടം ആ അഴുക്ക് വസ്ത്രം ഇട്ട് ആ ഒരു മണത്തിലും അളിഞ്ഞ് ചീഞ്ഞ് അവസ്ഥയിലൊക്കെ കഴിയുന്നതൊക്കെ തന്നെ ആയിരിക്കും അവർക്ക് കൂടുതൽ താല്പര്യം. കാരണം അവർക്ക് അവർക്ക് ആ ഒരു അഴുക്കില്ലാത്ത അവസ്ഥയെപ്പറ്റിയുള്ള ബോധം നഷ്ടപ്പെട്ടു പോയേ. ഫ്രാൻസിസ് പാപ്പ കഴിഞ്ഞ വർഷത്തെ വിശുദ്ധ വാരത്തോടനുബന്ധിച്ച് പ്രസംഗത്തിൽ പറഞ്ഞായിരുന്നു, പാപബോധമില്ലാത്തൊരു തലമുറയാണ് ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ശാപമെന്ന്. ഇച്ചിരി കടത്തി പറഞ്ഞു, പാപമില്ലാത്തവരാരും പള്ളിയിലും വരണ്ടെന്ന്. കാരണം നീതിമാൻ പോലും ദിവസത്തിൽ 7 പ്രാവശ്യം പാപം ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ പലരും പാപമൊന്നുമില്ലെന്നൊക്കെ പറഞ്ഞിട്ട് വർഷങ്ങളോളം കുമ്പസാരിക്കാതിരിക്കുന്നവരൊക്കെ ഉണ്ട്. ധ്യാനിപ്പിക്കാനൊക്കെ പോകുമ്പോൾ ചിലരൊക്കെ പറഞ്ഞിട്ട് എന്തിനാ വെച്ചാൽ കുമ്പസാരിക്കുന്നത്, ഞങ്ങൾ പാപമൊന്നും ചെയ്യാറില്ലെന്ന്. പരിശുദ്ധ പിതാവ് പറയുന്നത് പാപമില്ലാത്തൊരു പള്ളിയിലേക്ക് വരണ്ടെന്ന്. കാരണം അത്രയും വിശുദ്ധിയോടെ വേണം നമ്മൾ ആൾത്താരെ സമീപിക്കാൻ, വിസ്തുർബാനെ സമീപിക്കാനൊക്കെ. അതുകൊണ്ട് ഈ ഒരു പാപബോധം എപ്പോഴും വേണം. അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ ആത്മാവിനെ കഴുകി വെടുപ്പാക്കി കൊണ്ട് നടക്കണം. അതുകൊണ്ട് 2 ആഴ്ചയിൽ ഒരിക്കലെങ്കിലും കുമ്പസാരിക്കണം എന്ന് പറഞ്ഞാൽ നല്ലതാണ്. പക്ഷേ അത് ചെറിയൊരു, ഞാൻ നേരത്തെ ഉദാഹരണം പറഞ്ഞതുപോലെ സ്ഥിരമായിട്ടൊരു കുമ്പസാരക്കാരൻ അച്ഛനുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. കാരണം നമുക്ക് തുടർച്ചയായിട്ട് നമ്മുടെ ആത്മാവ് വളർന്നു വരാനുള്ള ഒരു പടിയും കൂടി അത്. അതുപോലെ തന്നെ ചിലർ കുമ്പസാരത്തിൽ പോയിരുന്നിട്ട് കുറേ അധികം നേരമൊക്കെ ഇരിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഇച്ചിരി വിവേകം ഉപയോഗിക്കണേ. ഇപ്പോൾ പുറത്ത് അധികം പേരൊന്നും ഇല്ലെങ്കിൽ, വലിയ ക്യൂ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് കൂടുതൽ നേരം കുമ്പസാരിക്കാം. പക്ഷെ നമ്മൾ ഒരു അച്ഛനൊക്കെ ഒറ്റയ്ക്ക് ഉള്ളെങ്കിൽ നമ്മൾ അവിടെ പോയി അച്ഛനോട് കുമ്പസാരിക്കുന്ന വലിയ ഉപകാരമായിരിക്കും. കാരണം എന്താ, നമുക്ക് നമ്മുടെ സംശയങ്ങളൊക്കെ ചോദിക്കാം, നമുക്ക് ചില പാപ സാഹചര്യങ്ങളൊക്കെ നമുക്ക് കൂടുതൽ ചോദിച്ച് മനസ്സിലാക്കാം, അങ്ങനെ മാറി നിൽക്കണം എന്നുള്ളത്. ഇതുപോലത്തെ വിശുദ്ധീകരണത്തിൻ്റെ മേഖലകളൊക്കെ വളരണമെന്നുണ്ടെങ്കിൽ നമ്മളിതുപോലെ കുഞ്ഞ് ഇച്ചിരി പെയിനൊക്കെ എടുത്ത് സമയം കിട്ടുമ്പോഴൊക്കെ പോയി കുമ്പസാരിച്ച്, അതിനേക്കാളും ഉപരിയായിട്ട് കുമ്പസാരക്കൊണ്ട് സൗന്ദര്യം മനസ്സിലാക്കിയ ആരും ഒത്തിരി നാൾ കുമ്പസാരം മാറ്റി വെക്കത്തില്ല.
കുമ്പസാരക്കൂട്ടിലിരിക്കുന്ന ഈശോ എന്നെ കാത്തിരിക്കുന്ന കരുണയുള്ള അപ്പനാണെന്ന് മനസ്സിലാക്കി ആർക്കും ഒത്തിരി നാൾ മാറി നിൽക്കാൻ പറ്റത്തില്ല. നമ്മൾ ഈശോയെ സ്വീകരിക്കാനായിട്ട് പോകുമ്പോഴത്തേക്ക് നമ്മൾ അൾത്താര കണ്ടിട്ടില്ലേ? അൾത്താര എത്ര മനോഹരമായിട്ട് പൂവൊക്കെ അലങ്കരിച്ചേക്കുന്ന പുത്തൻ വെള്ളത്തുണി, നല്ല പൂവ്. സിസ്റ്റേഴ്സ് അവിടെ വല്ല അഴുക്കുള്ള പൂവ പൊട്ട തുണിയൊക്കെ ഇട്ട് അലങ്കരിക്കാറുണ്ടോ? ഇല്ലല്ലേ? എപ്പോഴും ക്ലീൻ ആക്കി വെക്കും. കാരണം എന്താ? അത് ഈശോ ഇറങ്ങി വരേണ്ട സ്ഥലമാണ്. ഈശോയുടെ തിരുശരീര രക്തങ്ങൾ വെക്കേണ്ട സ്ഥലമാണ്. നമ്മുടെ ശരീരവും നമ്മുടെ ഹൃദയവും ഒക്കെ എക്സാക്റ്റ് അത് തന്നെയല്ലേ? ഈശോയുടെ തിരുശരീരങ്ങൾ സ്വീകരിക്കുന്ന സക്രാരിയല്ലേ? ഈ സക്രാരിൽ ചെറിയ ഡ്രോപ്പും ഇച്ചിരി അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അന്നേരം തന്നെ ക്ലീൻ ചെയ്യണ്ടേ? ഇതാണ് കുമ്പസാരത്തിന് അത്യാവശ്യം. അതുകൊണ്ടാണ് വിശുദ്ധന്മാരൊക്കെ കുഞ്ഞു പാവം ചെയ്യുമ്പോഴേ പിറ്റേ ദിവസം ഈശോയെ സ്വീകരിക്കുന്നതിന് ഓടിപ്പോയി കുമ്പസാരിക്കുന്നത്. അതുകൊണ്ട് കൃത്യമായ ഡ്യൂറേഷൻ പറയാൻ പറ്റില്ല. പക്ഷേ നമ്മൾ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളൊക്കെ ആയിരിക്കുമ്പോൾ 2 ആഴ്ച ഒരിക്കലെങ്കിലും തീർച്ചയായിട്ടും കുമ്പസാരിക്കണം. എന്നാലേ ഈശോയ്ക്ക് നമ്മുടെ ഹൃദയത്തിൽ ഏറ്റവും സന്തോഷത്തോടെ രാജാവായിട്ട് വാഴാൻ പറ്റത്തുള്ളൂ. കുമ്പസാരക്കൂട്ടിൽ ഒത്തിരി അത്ഭുതം നടക്കാറുണ്ടെന്ന് മിസ്റ്റർ ഫോസ്റ്റേന പറയുന്നു, ശരിയാണോ? കുമ്പസാരക്കൂട്ടിൽ ഒത്തിരി അത്ഭുതങ്ങളെന്നല്ല, കുമ്പസാരക്കൂട് തന്നെ ഒരു അത്ഭുതമാണ്. കാരണം ഒരു പാപിയായ ഒരു മനുഷ്യൻ അകത്തോട്ട് കയറിപ്പോകുന്നു, അവനൊരു പുതിയ മനുഷ്യനായിട്ട് ഇറങ്ങി വരുന്നു. നമ്മളിങ്ങനെ പരസ്യങ്ങൾ മാത്രം കാണാറില്ല. അഴുക്കുള്ളൊരു തുണി വാഷിംഗ് മെഷീനിലേക്ക് ഇടുന്നു, എടുത്തു വരുമ്പോഴത്തേക്ക് മുഴുവൻ വൃത്തിയായിട്ട് പുത്തൻ തുണിയായിട്ട് വരുന്നു. അതൊരു തുണി. ഒരു മനുഷ്യൻ തന്നെ ഒത്തിരി കട്ടിപിടിച്ച് ഒത്തിരി അഴുക്കൊക്കെ ആയി ഹൃദയമൊക്കെ നിറച്ച് പാപമൊക്കെ ആയിട്ട് കുമ്പസാരക്കൂട്ടിൽ കയറിപ്പോകുന്നു. ഇത് പുത്തനായിട്ട് മാമോദീസായിൽ കിട്ടിയ വെള്ള വസ്ത്രത്തിൻ്റെ വിശുദ്ധിയോടെ പുത്തൻ സൃഷ്ടിയായിട്ട് ഇറങ്ങി വരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം കുമ്പസാരക്കൂട് തന്നെ. അതുകൊണ്ട് കുമ്പസാരക്കൂട്ടിലെല്ലാം പുത്തനായി മാറുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത് കുമ്പസാരക്കൂട് തന്നെ അത്ഭുതമാണെന്ന് പറഞ്ഞത്. നമുക്ക് എന്തോരം ഉദാഹരണങ്ങൾ സഭയുടെ ചരിത്രത്തിലുള്ളതാണ് കുമ്പസാരക്കൂട് വലിയ വലിയ അത്ഭുതങ്ങളെ പറ്റി പറയാനായിട്ട്. ഏറ്റവും നമ്മൾ ബൈബിളിൽ തന്നെയാണ്. ബൈബിളിലെ കുമ്പസാരമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും നല്ല ചിന്ത തരുന്നത് ഈശോ പാപിനിയായ സ്ത്രീയെ സ്വന്തമാക്കുന്നത്. എല്ലാവരും കൂടി അവളെ കല്ലെറിഞ്ഞിട്ട് അവിടെ ഇടുന്നുണ്ട്. നിങ്ങളൊക്കെ പാഷൻ ഓഫ് ക്രൈസ്റ്റ് സിനിമ കണ്ടിട്ടില്ലേ? പാഷൻ ഓഫ് ക്രൈസ്റ്റ് സിനിമയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം ഈ പാപിനിയായ സ്ത്രീ എല്ലാം കൂടി കല്ലെറിഞ്ഞുകൊണ്ട് ഈശോയുടെ കാലിലോട്ട് ഇടുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഈശോ എന്ത് ചെയ്യുക? ഈശോ ഒന്നും അറിയാത്ത ആദ്യമായിട്ട് എഴുതാൻ പഠിക്കുന്ന പോലെ ഈശോ നിലത്തിരുന്ന് ഇങ്ങനെ എഴുതി കളിച്ചുകൊണ്ടിരിക്കുക. എല്ലാം കഴിഞ്ഞ് ഈശോ തല പൊക്കി ഒരു ഡയലോഗ് പറഞ്ഞിട്ട് ഈശോ വീണ്ടും താഴേക്ക് കുനിഞ്ഞിട്ട് എല്ലാവരും പോയി കഴിയുമ്പോൾ ഈശോ കയ്യിലിരിക്കുന്ന ചെറിയ കമ്പോർഡ് കൊണ്ട് ഒരു വലിയ വര അങ്ങ് വരയ്ക്കും. ഈ വര എന്താണെന്നറിയോ? അവളുടെ പാസ്റ്റും പ്രസൻറ്റും, അവളുടെ പഴയതും പുതിയതിനും ഇടയ്ക്ക് ഈശോ വര വരച്ച് കൊടുത്ത ഈശോ പറഞ്ഞു, ഇപ്പോൾ നീ പൂർണ്ണയായിരിക്കുന്നു, ഇനി മേലാൽ നീ പാപം ചെയ്യരുത്. കുമ്പസാരക്കൂടി ഇതേ അത്ഭുതം നടക്കുന്നത്. ഞാനൊരു പഴയ മനുഷ്യനായിട്ട് കയറി ചെല്ലുകയാണെങ്കിൽ ഈശോ കൃത്യമായിട്ട് എൻ്റെ പാസ്റ്റിൻ്റെയും പ്രസൻറ്റ് എൻ്റെ ഫ്യൂച്ചറിൻ്റെ ഇടയ്ക്ക് കൃത്യമായിട്ട് വര വരച്ച് തരും. എന്നെ പുതിയ മനുഷ്യനാക്കി ഇറക്കി വിടും. ഈ അത്ഭുതമാണ് കുമ്പസാരക്കൂട്ടി നടക്കുന്നത്. ഇതിനെപ്പറ്റി കാർഡിനൽ ന്യൂമാൻ, നിങ്ങൾ വലുതാകുമ്പോൾ നിങ്ങൾ വായിച്ചു കേൾക്കും. സഭ കണ്ട ഏറ്റവും കൂടുതൽ വിശുദ്ധനായ എഴുത്തുകാരനായിരുന്ന ഒരു ദൈവശാസ്ത്രജ്ഞനാണ് കാർഡിനൽ ന്യൂമാൻ. അദ്ദേഹം ആദ്യം ആംഗ്ലിക്കൻ സഭയിൽ അംഗമായിരുന്നു, കത്തോലിക്ക സഭയിൽ അംഗമല്ലായിരുന്നു. അദ്ദേഹം ആംഗ്ലിക്കൻ സഭയിൽ അംഗമായിരുന്ന സമയത്ത് അദ്ദേഹം തൻ്റെ കത്തോലിക്ക സഭയിലെ സുഹൃത്തായ ഒരു പുരോഹിതനെ കാണാൻ സ്ഥിരമായിട്ട് വരുമായിരുന്നു. അപ്പോൾ അദ്ദേഹം ഈ കുമ്പസാരക്കൂട്ടിലേക്ക് കയറിപ്പോകുന്ന ആൾക്കാർ നോക്കും. വളരെ വിഷമിച്ചും കണ്ണീരൊക്കെ അണിഞ്ഞ് സങ്കടപ്പെട്ട് കുമ്പസാരക്കൂട്ടിലേക്ക് കയറിപ്പോകുന്നവർ തിരിച്ച് ഭയങ്കര സന്തോഷത്തോടെ സമാധാനത്തിൽ ഇറങ്ങി വരുന്നു. അദ്ദേഹം പരിശുദ്ധ കത്തോലിക്ക സഭയിലേക്ക് തിരിച്ചു വന്ന് കത്തോലിക്കനാവാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് ഈ കുമ്പസാരക്കൂടിൻ്റെ ഒരു പരിശുദ്ധിയും ഒരു സുഖവും ഒരു സന്തോഷമൊക്കെ കണ്ടിട്ടാണ്. അതുപോലെ തന്നെ പ്രശസ്തനായ മനഃശാസ്ത്രജ്ഞനായ കാൾ ജുങ്ങുണ്ട്. ആധുനിക മനഃശാസ്ത്രത്തിൻ്റെ പിതാവായ ഫ്രോയിഡിൻ്റെയൊക്കെ ഏറ്റവും അടുത്ത ശിഷ്യനായിരുന്നു. കാൾ ജുങ്ങിൻ്റെ അടുക്കെ എപ്പോഴും ക്രിസ്ത്യാനികളായ ആരെങ്കിലും മനഃശാസ്ത്രപരമായ കാര്യങ്ങൾക്ക് വരികയാണെങ്കിൽ, ട്രീറ്റ്മെൻറ്റ് വരികയാണെങ്കിൽ അദ്ദേഹം പറയും, നിങ്ങൾ ആദ്യം പോയി ഒരു കുമ്പസാരം കഴിച്ചിട്ട് വാ. കുമ്പസാരം കഴിഞ്ഞ് വരുമ്പോൾ തന്നെ നിങ്ങളുടെ പകുതി അസുഖങ്ങൾ മാറും, മനസ്സിൻ്റെ പകുതി ഭാരങ്ങൾ മാറും. അത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ട്രീറ്റ്മെൻറ്റ് എളുപ്പമാണെന്നോ. കാരണം മനഃശാസ്ത്രം പോലും കുമ്പസാരത്തെ അത്രയും മനോഹരമായ, ആർക്കും മനസ്സിലാകാത്ത ഒരു അത്ഭുതമായിട്ടാണ് വെച്ചേക്കുന്നത്. കുമ്പസാരക്കൂടി ആരായിരിക്കുന്നത്? ഈശോ. ഈശോ പറഞ്ഞ ഈശോ തൊട്ടാൽ മതി. അവിടുന്ന് കുമ്പസാരക്കൂടി എന്ന് പറയുന്നു, നിൻ്റെ പാപങ്ങൾ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. അതോടെ വലിയ അത്ഭുതം നടക്കുക. ഞാൻ തന്നെ കുമ്പസാരക്കൂട്ടിലിരിക്കുമ്പോഴത്തേക്ക് ചിലപ്പോഴൊക്കെ ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഭയങ്കര 10-15 വർഷമൊക്കെ ആയിട്ട് കുമ്പസാരിക്കാതെയൊക്കെ വരുന്ന ആൾക്കാർ കുറേ നേരം വരുന്ന അവരുടെ പാപങ്ങളൊക്കെ ഏറ്റു പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് പുരോഹിതനായ ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ നിൻ്റെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു പറയുമ്പോൾ പൊട്ടിക്കരയുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഒന്നും നമ്മൾ ചെയ്തിട്ടോ ഒന്നും മേത്തുപോലും തൊടുന്നു പോലുമില്ല. പാപങ്ങൾ ഞാൻ ക്ഷമിച്ചിരിക്കുന്ന കർത്താവ് പറയുമ്പോൾ തന്നെ ആൾക്കാർ പൊട്ടിക്കരയുന്നു. ഒരു പുതിയ സൃഷ്ടിയായി മാറുന്ന അനുഭവം അവർക്ക് തന്നെ ഉണ്ടാകുന്നു. അവരുടെ ഹൃദയത്തിൽ എന്തോ ഒരു വലിയൊരു ഭാരം ഇറങ്ങിപ്പോകുന്ന അവസ്ഥ. ഇതാണ് കുമ്പസാരക്കൂട്ടിലെ ഏറ്റവും വലിയ അത്ഭുതം. എൻ്റെ വ്യക്തിപരമായ ഏറ്റവും നല്ല കുമ്പസാരാനുഭവമുണ്ട്. ഞാൻ അച്ഛനൊക്കെ ആവുന്നതിന് മുമ്പ് ഡീക്കനായ സമയത്ത് ഒരിക്കലും കുമ്പസാരിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു അച്ഛൻ്റെ അടുക്കൽ പോയപ്പോഴത്തേക്ക് ഒത്തിരി നേരം തപ്പോഴൊന്നും എനിക്ക് അച്ഛനെ കിട്ടിയില്ല. അവസാനം ഞാൻ വെല്ലിച്ചനെ കണ്ടുമുട്ടി. മുടിയൊന്നും ഇല്ലാത്ത ഒത്തിരി പ്രായം ചെന്നൊരു വെല്ലിച്ചൻ. ഞാൻ അച്ഛൻ്റെ അടുക്കൽ ചെന്ന് മുട്ടുകുത്തി ഞാൻ പറഞ്ഞു, ഞാൻ അച്ഛൻ കുഞ്ഞാണ്. നമ്മളങ്ങനെ പറയണമല്ലോ, നമ്മൾ ആരാണെന്ന് കുമ്പസാരക്കൂട്ടി പറഞ്ഞെന്ന് പറഞ്ഞല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനൊരു സെമിനാരി വിദ്യാർത്ഥിയാണ്, കുറച്ച് മാസം കഴിയുമ്പോൾ അച്ഛനാവും. അപ്പോൾ അച്ഛൻ പറഞ്ഞു, എങ്കിൽ നീ ഇങ്ങ് വാടാൻ മോനെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഗ്രില്ലിനെ അപ്പുറം എന്നെ ഇപ്പറേ കൊണ്ട് നിർത്തി.
എൻ്റെ അച്ഛൻ ഇങ്ങനെ പുറത്ത് തലോടിക്കൊണ്ട് പറഞ്ഞു, പറയടാ മോനെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ ഓരോ പാവങ്ങൾ ഭയങ്കര വിഷമത്തോടെ സങ്കടത്തോടെ ഞാൻ ഈശോയുടെ മുമ്പിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ പതുക്കെ പുറകെ നിങ്ങൾ തലോടി തരുന്നുണ്ട്. എൻ്റെ ഓരോ പാവങ്ങളുടെയും കട്ടി കുറഞ്ഞ് ഞാൻ അവസാനത്തെ പാവം വരെ പറഞ്ഞപ്പോൾ ഞാൻ കണ്ണീരൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ തലോടലിൻ്റെ ശക്തിയും തലോടലിൻ്റെ സുഖവും കൂടി വരിക. അവസാനം ഓരോ പാവങ്ങളെല്ലാം പറഞ്ഞപ്പോൾ എന്നെ കെട്ടിപ്പിടിച്ച ഹൃദയത്തിലേക്ക് കടത്തി. എന്നിട്ട് എൻ്റെ തലയിൽ കൈവച്ചിട്ട് പറഞ്ഞു, മോനെ എല്ലാ പാവങ്ങളും ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. ഞാൻ കരഞ്ഞുപോയി. കാരണം എന്നറിയാമോ, എനിക്കറിയാം അത് അച്ഛനല്ല, അത് ഈശോയാണ്. ആ ഈശോയ്ക്ക് മാത്രമേ എൻ്റെ ഏറ്റവും വലിയ പാവങ്ങൾ, അത്ര കൊടും പാവമാണെങ്കിൽ പോലും അവിടെ ഇരിക്കുമ്പോൾ എല്ലാം ക്ഷമിച്ചു എന്ന് പറയാൻ പറ്റത്തുള്ളൂ. നമ്മൾ പഴയ നിയമത്തിൽ വായിക്കുന്നില്ല, നിൻ്റെ പാപങ്ങൾ എത്ര കടും ചുവപ്പാണെങ്കിലും ഞാനത് മഞ്ഞുപോലെ നിർമ്മലമാക്കും, നിൻ്റെ ഹൃദയം എത്ര ശിലാസമമെങ്കിലും ഞാനത് മാംസളമാക്കി തരുമെന്നൊക്കെ. ഇതൊക്കെ കുമ്പസാരക്കൂടിൽ ഏറ്റവും വലിയ അത്ഭുതം. കുമ്പസാരക്കൂട് നമ്മൾ എത്ര കഠിന പാപിയായിട്ട് ഇരുന്നാലും അതെല്ലാം തലോടിയിട്ട് പറയും, നീ പുതിയ കുഞ്ഞാ എന്ന് പറയും. കുമ്പസാരക്കൂടിൽ ഏറ്റവും മനോഹരമായ കാര്യം എന്ന് പറയുന്നത്, എല്ലാം കഴിയുമ്പോൾ അവിടുന്ന് പറയുന്നത് കുഞ്ഞു വാക്കുണ്ടല്ലോ, നീ ഒരു 3 നന്മ നിറഞ്ഞ് പറയുകയും ഒരു സ്വർഗസ്ഥനെ ഏതായി ചൊല്ലിക്കോളാൻ. നമ്മൾ ഈ ലോകത്തിൻ്റെതായ ചിന്തയിൽ ചിന്തിച്ച് നോക്കിക്കേ, എത്ര നമ്മൾ ചെയ്യുന്ന പാപത്തിൻ്റെ ആധിക്യം അനുസരിച്ചാണ് നമ്മൾ പുറത്തൊരാൾ നമ്മൾ വിധിക്കുന്നതെങ്കിൽ നമുക്ക് എത്ര വലിയ വിധി വന്നേ. പക്ഷെ ഇവിടെ പറയുന്നത് എന്താ, എല്ലാം ക്ഷമിച്ചിരിക്കുന്നു. ഒരു 3 നന്മ നിറഞ്ഞ ചെല്ലാവെന്ന് ചോദിക്കുന്നത്. നമ്മൾ കുരിശിൽ കടന്നുകൊണ്ട് അവസാനത്തെ അത്ഭുതങ്ങളിലൊന്നില്ലേ, ഈശോയുടെ അടുക്കൽ നല്ല കള്ളം പറയുന്നുണ്ട്. നല്ല കള്ളൻ ആരാ? മൊത്തം കള്ളത്തരം കൊലപാതകമൊക്കെ നടത്തി മനുഷ്യനായിരിക്കണം. അതുകൊണ്ടല്ലേ അന്നത്തെ കാലത്ത് ഒരാളെ കുരിശുമരണത്തിന് വിധിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് കുരിശിൽ കിടന്നുകൊണ്ട് അവൻ അവസാനം ഈശോയോട് ചോദിക്കുന്നു, അനുദപിച്ച് ചോദിക്കുന്നുണ്ട്, നീ പറുദീസയിലായിരിക്കും എന്നെ കൂടി ഓർക്കാവോ? ഈശോ എന്താ പറഞ്ഞത്? നീ കള്ളനല്ലേ, കുറേ വർഷമായി, നീ കുറേ പേരെ കൊന്നിട്ടൊക്കെ ഇല്ലേ, നീ കുറേ നാൾ ശുദ്ധീകരണത്തിൽ പോയി കടന്നിട്ടൊക്കെ വാ, അല്ലെ കുറേ നീ ഇതൊക്കെ അനുഭവിച്ചിട്ട് വാ, അന്നേരം സ്വർഗത്തിൽ കയറ്റാണെന്നാണ് പറഞ്ഞത്. അല്ല, ഇന്ന് നീ എന്നോടുകൂടി പറുദീസയിലായിരിക്കും. അതാണ് കുമ്പസാരക്കൂട്ടിലെ അത്ഭുതം. അവിടെ നിന്ന് പറയുമ്പോൾ ആ നിമിഷം ഈശോ തൊട്ടോട് നിന്നോട് പറയുന്നു, നിൻ്റെ പാപങ്ങളെ ക്ഷമിച്ചിരിക്കുന്നു, ഇന്ന് നീ എന്നോടൊപ്പം സ്വർഗത്തിലാണ്. ഇതാണ് കുമ്പസാരക്കൂട്ടിൻ്റെ സൗന്ദര്യവും ഒരു സുഖവും ഒരു പരിശുദ്ധിയും അത്ഭുതവും. അതുകൊണ്ട് ദയവ് ചെയ്ത് സാധിക്കുമ്പോഴൊക്കെ കുമ്പസാരക്കൂട്ടിൽ അനുതാപപൂർവ്വം പോവുക. ഈശോയുടെ കരുണയോടെ കാത്തിരിക്കുന്ന ഈശോയെ കുമ്പസാരക്കൂട്ടിനെ സ്നേഹിക്കുക. വ്യക്തിപരമായിട്ട് എനിക്ക് അൾത്താരയ്ക്കൊപ്പം സക്രാരിക്കൊപ്പം ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം തന്നെയാണ് കുമ്പസാരക്കൂട്. കാരണം രണ്ടും ഒരുപോലെ കൂദാശപരമായിട്ട് ഏറ്റവും പ്രാധാന്യമുള്ള സ്ഥലം. കുമ്പസാരക്കൂടിനെ സ്നേഹിക്കുക, പരിശുദ്ധ കുമ്പസാരത്തിലെ ഈശോയെ കാണുക. അച്ഛൻ നമ്മൾക്ക് കുമ്പസാരത്തെക്കുറിച്ച് കുറേ അധികം കാര്യങ്ങൾ പറഞ്ഞു തന്നു അല്ലേ? ഇനിയൊരു ടോപ്പിക്കിൽ വലിയധികം ചോദ്യങ്ങൾ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്കുണ്ടോ? കഴിഞ്ഞു. ഓക്കെ. അപ്പോൾ ഇതോടെ നമ്മൾക്ക് കുമ്പസാരം നമ്മുടെ ലൈഫിൽ എന്തോരം ഇമ്പോർട്ടൻ്റ് ആണെന്നും കൂടെ മനസ്സിലായി അല്ലേ? ഓക്കെ. അപ്പോൾ അടുത്തത് നമ്മൾക്കൊരു ആക്ഷൻ സോങ് കാണാം. അതിന് മുമ്പ് വചനവും സുകൃതവും ഏറ്റുപറയാം. ജോഷുവയുടെ പുസ്തകം 1-ാം അധ്യായം 9-ാം വാക്യം. ന്യായപ്രമാണ ഗ്രന്ഥം എപ്പോഴും നിന്റെ അതരത്തിലുണ്ടായിരിക്കണം. അതിൽ എഴുതിയിരിക്കുന്നതെല്ലാം പാലിക്കാൻ നീ ശ്രദ്ധിക്കണം. അതിനെക്കുറിച്ച് രാവും പകലും ധ്യാനിക്കണം. അപ്പോൾ നീ അഭിവൃദ്ധി പ്രാപിക്കുകയും വിജയം വരിക്കുകയും ചെയ്യും. ഓക്കെ. ഇനി സുകൃതജപം. ദൈവമേ, ഞാനൊരു അനുഗ്രഹമായി തീരുവാൻ എന്നെ സഹായിക്കണമേ. Jesus is the
അടുത്തത് നമുക്ക് അമ്മാമ്മയുടെ കഥ കേൾക്കാം. അമ്മാമ്മ എന്ന് പറഞ്ഞു തരാൻ പോകുന്ന വിശുദ്ധ സെലഗ്വരിൻ്റെ കഥയാണ്. അപ്പോൾ നമുക്ക് വചനം സ്വീകരിച്ച് പോയിട്ട് പറയാം. ജോഷുവയുടെ പുസ്തകം 1-ാം അധ്യായം 9-ാം വാക്യം. ന്യായപ്രമാണ ഗ്രന്ഥം എപ്പോഴും നിന്റെ അതിരത്തിൽ ഉണ്ടായിരിക്കണം. അതിലെഴുതിയിരിക്കുന്നതെല്ലാം പാലിക്കാൻ നീ ശ്രദ്ധിക്കണം. അതിനെക്കുറിച്ച് രാവും പകലും ധ്യാനിക്കണം. അപ്പോൾ നീ അഭിവൃദ്ധി പ്രാപിക്കുകയും വിജയം വരിക്കുകയും ചെയ്യും. സുഖജപം. ദൈവമേ, ഞാനൊരു അനുഗ്രഹമായി തീരുവാൻ എന്നെ സഹായിക്കണം. ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് വിശുദ്ധ സെലിഗോരിനെ കുറിച്ചാണ്. സെലിഗോരിനെ ആരാണെന്നറിയാമോ? വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ അമ്മ. ഈ കഴിഞ്ഞ മാസം, അതായത് ഒക്ടോബർ മാസം 18-ാം തീയതി മാതാപിതാക്കളായ ലൂയി മാർട്ടിനെയും വിശുദ്ധ സെലിഗോരിനെയും വിശുദ്ധരാക്കിയ ദിവസം. ആ സെലിഗോരിനെയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. സെലിഗോരിൻ ജനിച്ചത് ഫ്രാൻസിൽ നല്ല മാതാപിതാക്കളുടെ മകളായിട്ട്. അതായത് അപ്പനൊരു വലിയ സൈനിക ഉദ്യോഗസ്ഥനായിരുന്നു. അമ്മ നല്ലൊരു വീട്ടമ്മ, നല്ല ദൈവഭക്തയായ ഒരു വീട്ടമ്മ. അവർക്ക് 3 മക്കളാണ് ഉണ്ടായിരുന്നത്. 3 മക്കളും നന്നായിട്ട് പഠിക്കുമായിരുന്നു, നല്ല സൽസ്വഭാവികളായിരുന്നു. ഈ സെലിഗോരിൻ വളരെ ചെറുപ്പത്തിലേ തന്നെ നല്ല ദൈവഭക്തിയിലാണ് വളർന്നത്. തന്നെയുമല്ല, ഒരു കന്യാസ്ത്രീയാകാൻ ഒത്തിരി ആഗ്രഹിച്ചു. അങ്ങനെ കന്യാസ്ത്രീ ആകണമെന്നുള്ള ആഗ്രഹം വീട്ടുകാരോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരതിന് സമ്മതിച്ചില്ല. അത് ദൈവഹിതമായിട്ട് കണക്കാക്കി ദൈവത്തിൻ്റെ ഹിതത്തിന് വിട്ടുകൊടുത്തു. അപ്പം ലൂയി മാർട്ടിനുമായിട്ട് ഉള്ള വിവാഹമാണ് നടന്നത്. അവരുടെ ദാമ്പത്യ ജീവിതം തുടങ്ങി. ദൈവത്തിൻ്റെ ആ സ്നേഹത്തിലും പ്രാർത്ഥനാ ചൈതന്യത്തിലും അവർ ദാമ്പത്യ ജീവിതം ആരംഭിച്ചു. 4 പെൺമക്കളാണ് ഇവർക്ക് ഉണ്ടായിരുന്നത്. അതായത് ആദ്യത്തെ കുട്ടി പെണ്ണാണ്. അതിനെ വളരെ സ്നേഹത്തോടെ സ്വീകരിച്ച്, രണ്ടാമത്തതും പെണ്ണ്, അതിനെ വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി സ്വീകരിച്ച്, 3-ാമതും 4-ാമതും പെൺകുട്ടികൾ തന്നെ. വളരെ സ്നേഹവും സന്തോഷവും സമാധാനവും ആ കുടുംബത്തിൽ നിറഞ്ഞു നിന്നു. അപ്പോൾ ഇതിനിടയ്ക്ക് സെലിഗോരിന് ഒരു അസുഖം ഉണ്ടായിരുന്നു. അതായത് ക്ഷയരോഗം. അന്ന് ക്ഷയരോഗത്തിന് മരുന്നൊന്നുമില്ല. ക്ഷയരോഗം വന്നാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ അങ്ങോട്ട് മരിക്കും. അതാണ് അന്നത്തെ ചികിത്സയൊന്നുമില്ല അതിന്. ഇതിൻ്റെ ആരംഭം കണ്ടപ്പോഴേ വളരെ വിഷമത്തോടു കൂടിയാണ് ഇവർ കൈകാര്യം ചെയ്തതെങ്കിലും, പക്ഷേ ഇത്രയും വേദനയും ഇത്രയും പ്രയാസമൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിലും ഇവരുടെ കുടുംബ ജീവിതത്തിൽ ആ സന്തോഷത്തിന് ഒരു കുറവും ഈ സെലിഗോരിൻ വരുത്തിയില്ല. ഇവരെല്ലാവരും കൂടി കാലത്തെ പള്ളിയിലേക്ക് പോകും, ദിവ്യബലി അർപ്പിക്കും. ആ ദിവ്യബലിയിൽ നിന്ന് കിട്ടുന്ന ശക്തി, അതാണ് അവർ നയിച്ചിരുന്നത്. ആ ദിവ്യബലി കഴിഞ്ഞ് വന്നാലും ആ പ്രാർത്ഥനാ ചൈതന്യം അതിങ്ങനെ ഉയർന്ന് വലിയൊരു അനുഭവമാക്കിയാണ് രാത്രി കിടന്നുറങ്ങുന്നത്. അവിടെ സന്തോഷമല്ലാതെ സമാധാനമല്ലാതെ വേറൊന്നും ആർക്കും അനുഭവപ്പെട്ടിട്ടില്ല. ഇത്രയും വലിയ രോഗത്തിനടിമയായിരുന്നിട്ടും അതിനെ ചൊല്ലിയൊരു ആകുലതയോ അസ്വസ്ഥതയോ ഒന്നും സെലിഗോരിൻ പ്രകടിപ്പിച്ചിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവർക്ക് 5-ാമതൊരു ആൺകുട്ടി ജനിച്ച്. അപ്പോൾ വളരെ സന്തോഷമായി. അത് കഴിഞ്ഞ് ആ 5-ാമത്തെ ആൺകുട്ടി ജനിച്ചു കഴിഞ്ഞ് 3-4 കൊല്ലം കഴിഞ്ഞപ്പോൾ, അതായത് 3-4 വയസ്സുള്ളപ്പോൾ കൊച്ചു മരിച്ചു. അത് കഴിഞ്ഞ് പിന്നീടും ഒരു ആൺകുട്ടി തന്നെ ജനിച്ച്. അതും 3 വയസ്സുള്ളപ്പോൾ അതും മരിച്ചു. പിന്നെ 2 പെൺകുട്ടികൾ ജനിച്ച് അവരും മരിച്ചുപോയി. അങ്ങനെ 4 കുഞ്ഞുങ്ങൾ 3, 4, 5 ഒക്കെ വയസ്സുള്ളപ്പോൾ മരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു അമ്മയുടെ വേദന എന്തായിരിക്കും? പക്ഷെ ആ വേദനയെല്ലാം എന്താണ്, ആ സഹനമെല്ലാം
സങ്കീർത്തനമാക്കി മാറ്റിയ ഒരു വലിയ വിശുദ്ധയാണ് സെലിഗോര്യൻ. മനസ്സിലായ? ആ, ഈ സെലിഗോര്യൻ ഇത്രയും സഹിക്കുന്നുണ്ടെന്നുള്ളത് ഒരു ലെറ്റർ സിസ്റ്ററിലോയ്ക്ക് ഒരു ലെറ്റർ അയച്ച് അതിൽ നിന്നാണ് മനസ്സിലായത് ഇത്രയും ദുഃഖം ഇവൾ അനുഭവിച്ചിട്ടുണ്ടെന്ന്. പക്ഷെ മുഖത്ത് നോക്കിയാലും മറ്റുള്ളവരോട് പെരുമാറുമ്പോഴും ഈ ദുഃഖം പുറത്ത് കാണിച്ചിട്ടില്ല. അത്രമാത്രം സഹിച്ചുകൊണ്ടാണ്, ക്ഷമിച്ചുകൊണ്ടാണ് ദൈവസ്നേഹത്തിൽ ഉറച്ചു നിന്നത്. അതെവിടെ നിന്ന് കിട്ടിയ ശക്തിയാണ്? ഞാൻ പറഞ്ഞില്ലേ, ദിവ്യബലിയിൽ നിന്ന് കിട്ടിയ ശക്തിയാണ്. അത് കഴിഞ്ഞ് 9ാമത്തെ കുട്ടിയാണ് നമ്മുടെ വിശുദ്ധ കൊച്ചു ത്രേസ്യ. വേദപാരംഗതയായ വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ മാതാവാണ് വിശുദ്ധ സെലിഗോര്യൻ, അല്ലേ? അപ്പം വിശുദ്ധ കൊച്ചു ത്രേസ്യക്ക് കിട്ടിയ ഈ അറിവും ഈ ദൈവസ്നേഹത്തിലുള്ള ആഴവും ഇതെല്ലാം എവിടെ നിന്നാണ് വന്നത്? ഈ അമ്മയിൽ നിന്ന്, അല്ലേ? അമ്മ കാണിച്ചു കൊടുത്ത മാതൃക അത് അതേപടി കുഞ്ഞുങ്ങളെല്ലാം സ്വീകരിച്ച് ഈ ബാക്കിയുള്ള 4 പേരും കോൺവെൻറ്റിൽ ചേർന്ന്. ഈ 9ാമത്തെ മകള് മാത്രമാണ് അപ്പന് കൂട്ടുണ്ടായിരുന്നത്. അപ്പനും ഒരു രോഗിയായിരുന്നു. അപ്പനെ ഇട്ടിട്ട് പോകാനായിട്ട് കൊച്ചുരസ്യക്ക് വളരെ വിഷമമുണ്ടായി. പക്ഷെ എന്നാലും പോകാതെ നിവർത്തിയില്ല. അവളുടെ വിളി അതാണ്, അല്ലേ? അങ്ങനെയാണ് കോൺവെൻറ്റിൽ ചേർന്നത്. വിശുദ്ധ കൊച്ചു ത്രേസ്യ ഇന്ന് വേദപാരംഗതയായി അറിയപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ആരാണുള്ളത്? സെലിഗോര്യൻ, വിശുദ്ധ സെലിഗോര്യൻ. ദൈവസ്നേഹം അത്രമാത്രം അനുഭവിച്ച് ഇവള് ചെറുപ്പത്തിൽ ആഗ്രഹിച്ചത് എന്താണ്? ഒരു സന്യാസിനിയായിട്ട് ജീവിക്കണമെന്ന്. പക്ഷെ ദൈവം എന്താണ് ഇവളിലൂടെ ചെയ്തത്? 5 സന്യാസിനികളെ വാർത്തെടുത്തു. 5 സന്യാസിനികളാണ് ഈ മക്കളെല്ലാവരും. അതിനു മുമ്പേ 4 മക്കളെ മാലാഖമാരുടെ ഗണത്തിലോട്ട് പറഞ്ഞയച്ച്, അല്ലേ? 4 പേരും വിശുദ്ധരല്ലേ? ആ കൊച്ചു പിള്ളേരെല്ലാവരും മരിച്ചു കഴിഞ്ഞപ്പോൾ വിശുദ്ധരായില്ലേ? അതാണ്. അപ്പം ആ അമ്മയുടെ മാതൃകയാണ് ഈ മക്കളെല്ലാവരും തുടർന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ വിഷ്വലിൽ കണ്ട പോലെ നമ്മുടെ ലൈഫിലും പലപ്പോഴും നമ്മളെ വേദനിപ്പിക്കുന്ന പല കാര്യങ്ങളും ഉണ്ടാകും, അല്ലേ? പ്രത്യേകിച്ച് മറ്റുള്ളവരിൽ നിന്ന്. പക്ഷെ നമ്മുടെ കുമ്പസാരക്കൂട്ടിൽ നമ്മളുടെ പാപങ്ങൾ ക്ഷമിക്കുന്നത് പോലെ മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും നമ്മളോട് ചെയ്യുന്ന ചെറിയ ചെറിയ തെറ്റുകളും നമുക്ക് ക്ഷമിക്കുകയും മറക്കുകയും ചെയ്യാം, അല്ലേ? ഓക്കെ, അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞു. നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ആയോ? ഓക്കെ, അപ്പോൾ നമുക്ക് വചനോസകരിച്ചപ്പം ഏറ്റുപറയാം. ജോഷുവയുടെ പുസ്തകം 1-ാം അധ്യായം 9-ാം വാക്യം. ന്യായപ്രമാണ ഗ്രന്ഥം എപ്പോഴും നിന്റെ അതരത്തിലുണ്ടായിരിക്കണം. അതിൽ എഴുതിയിരിക്കുന്നതെല്ലാം പാലിക്കാൻ നീ ശ്രദ്ധിക്കണം. അതിനെക്കുറിച്ച് രാവും പകലും ധ്യാനിക്കണം. അപ്പോൾ നീ അഭിവൃദ്ധി പ്രാപിക്കുകയും വിജയം വരിക്കുകയും ചെയ്യും. ഓക്കെ, ഇനി സുഹൃജപം. ദൈവമേ, ഞാനൊരു അനുഗ്രഹമായി തീരുവാൻ എന്നെ സഹായിക്കണമേ. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് വീക്ക് കാണാം. അതുവരേക്കും ബൈ.